നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യുവാക്കളുടെയും കുട്ടികളുടെയും സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച കെയർ സ്റ്റാമർ ഈ വിഷയത്തിൽ 3 മാസത്തെ പൊതുചർച്ച നടത്തുമെന്നും ലഭിക്കുന്ന തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 16 വയസ്സിന് താഴെയുള്ളവർക്കുള്ള പൂർണ്ണ വിലക്ക് നിർബന്ധമാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് അപകടകരമായ AI ചാറ്റ് ബോട്ടുകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ച പശ്ചാത്തലത്തിലായിരുന്നു സ്റ്റാമറിന്റെ പ്രസ്താവന. 16 വയസ്സിന് താഴെയുള്ള മുഴുവനായും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റണമെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നതുണ്ടെങ്കിലും NSPCC പോലുള്ള ബാലസംരക്ഷണ സംഘടനകൾ അത്തരം ഒരു വിലക്ക് കുട്ടികളെ കൂടുതൽ അപകടകരമായ ഓൺലൈൻ ഇടങ്ങളിലേക്ക് തള്ളിയേക്കാമെന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നതായും സ്റ്റാമർ പറഞ്ഞു. കുട്ടികളുടെ പ്രായപരിധി മാത്രമല്ല, ഓട്ടോ സ്ക്രോളിംഗ് പോലെയുള്ള കുട്ടികളെ ദീർഘസമയം സ്ക്രീനിൽ പിടിച്ചിരുത്തുന്ന സംവിധാനങ്ങളെയും നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും സ്റ്റാമർ വ്യക്തമാക്കി. നിലവിലെ സ്ഥിതി കുട്ടികളെ മതിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ലെന്നും അതിനാൽ വേഗത്തിലുള്ള ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോണുകൾ മോഷ്ടിക്കാൻ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ. സ്നാപ്ചാറ്റ് വഴി പുതിയ മോഡൽ ഐഫോണുകൾക്കായി 380 പൗണ്ട് വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്താണ് കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത്. ബ്രിട്ടനിലെ ഫോൺ കവർച്ച ഏറ്റവും കൂടുതലുള്ള പ്രദേശം ലണ്ടനാണെന്നും പോലീസ് വ്യക്തമാക്കി. ഈ വർഷം 71,000 കേസുകൾ ഉണ്ടായി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12% കുറവാണിതെങ്കിലും ഫോൺ കവർച്ച തടയുന്നതിൽ കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് പോലീസ് കമ്മീഷണർ മാർക്ക് റൌളി അഭിപ്രായപ്പെട്ടു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഡ്രോണുകളും പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഓടിക്കുന്ന ഈ ബൈക്കുകളും വിന്യസിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വെസ്റ്റ് ആൻഡ് മേഖലയിൽ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും ലൈവ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിലെ 30 കൌൺസിലുകളിലേക്കുള്ള പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വൈകിപ്പിക്കുവാനുള്ള പ്രഖ്യാപനം സർക്കാർ ഉപേക്ഷിച്ചതായി പറഞ്ഞു. ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് റീഡാണ് തീരുമാനം പിൻവലിച്ചതായി അറിയിച്ചത്. നൈജൽ ഫാരേജിന്റെ റിഫോം UK സമർപ്പിച്ച നിയമ പോരാട്ടത്തിൽ സർക്കാർ തോൽക്കുവാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തെ തുടർന്നാണ് നീക്കം. തീരുമാനം റദ്ദാക്കിയതോടെ സർക്കാരിന് ഏകദേശം 1 ലക്ഷം പൗണ്ട് നിയമച്ചെലവ് നൽകേണ്ടിവരും. കൂടാതെ അടുത്ത 12 ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം പ്രാദേശിക കൌൺസിലുകൾക്ക് വലിയ സമ്മർദ്ദവും ഉണ്ടാകും. അതേസമയം 3 മാസത്തിനും താഴെ മാത്രം സമയം ബാക്കിയിരിക്കെ എടുത്ത ഈ തീരുമാനം സർക്കാരിനകത്തും പ്രതിപക്ഷത്തും കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മീസൽസ് ബാധയുടെ ഗുരുതര ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് MMR വാക്സിൻ സമയബന്ധിതമായി നൽകുന്നതിൽ NHS സംവിധാനം പരാജയപ്പെട്ടതായി MPമാരും ആരോഗ്യ വിദഗ്ധരും ആരോപിച്ചു. ചില പ്രദേശങ്ങളിൽ MMR വാക്സിൻ നിരക്ക് അഫ്ഗാനിസ്ഥാൻ, മലാവി എന്നീ രാജ്യങ്ങളിലെ നിരക്കിനോട് സമാനമായ നിലയിലാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന 95% നിരക്കിനേക്കാൾ വളരെ താഴെയാണ് നിലവിലെ കണക്കുകൾ. നോർത്ത് ലണ്ടനിലെ എൻഫീൽഡ് മേഖലയിൽ 60 കുട്ടികൾക്ക് മീസൽസ് സ്ഥിരീകരിക്കുകയും 15 പേരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ MMR വാക്സിനേഷൻ നിരക്ക് 64.3% മാത്രമാണ്. ഇതിനെ തുടർന്ന് 5 കാച്ചപ്പ് ക്ലിനിക്കുകൾ തുറന്ന് വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് ഡോസ് നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 വയസ്സുകാരിൽ പൂർണ്ണമായി വാക്സിനേഷൻ ലഭിച്ചവരുടെ ശതമാനം 88.2 നിന്ന് 83.7 ആയി കുറഞ്ഞത് NHSന്റെ അനാസ്ഥയാണെന്നാണ് ആരോപണം. വാക്സിനേഷൻ വിതരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഫാർമസികൾക്കും MMR വാക്സിൻ നൽകാനുള്ള അധികാരം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോവിഡ് കാലത്ത് പൂർണ്ണമായ പഠന സൌകര്യം ലഭിച്ചില്ലെന്നാരോപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ. ബ്രിട്ടനിലെ 36 സർവകലാശാലകൾക്കെതിരെ 1,70,000 വിദ്യാർത്ഥികളാണ് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. 36 സർവകലാശാലകൾക്കും നിയമ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവർ പണമടച്ച പഠന സേവനങ്ങൾ പൂർണ്ണമായി ലഭിച്ചില്ലെന്നും അതിനാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ മഹാമാരി ഒരു അഭൂതപൂർവമായ വെല്ലുവിളിയായിരുന്നുവെന്നും അതിവേഗം തന്നെ സർവകലാശാലകൾ പാഠ്യപ്രവർത്തനങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റി വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കുവാൻ അവസരം ഒരുക്കിയെന്നും യൂണിവേഴ്സിറ്റി UK പ്രതികരിച്ചു. ലോക്ഡൌൺ സമയത്ത് നേരിട്ടുള്ള ക്ലാസുകൾക്ക് അനുമതിയില്ലാതിരുന്നതിനാൽ ഭൂരിഭാഗം പഠനങ്ങളും ഓൺലൈനായി നടന്നിരുന്നു. പ്രായോഗിക പരിശീലനവും പ്രത്യേക സൌകര്യങ്ങളും ആവശ്യമായ ഫൈനാൻസ്, അപ്ലൈഡ് ആർട്സ് തുടങ്ങിയ കോഴ്സുകളുടെ വിദ്യാർത്ഥികളാണ് അതൃപ്തി കൂടുതൽ പ്രകടമാക്കുന്നത്. ഉയർന്ന ട്യൂഷൻ ഫീസ് അടച്ചിട്ടും ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് ലഭിച്ചത് എന്നാണ് പ്രധാന പരാതി. ഓൺലൈൻ പഠനത്തിനും നേരിട്ടുള്ള പഠനത്തിനും ഇടയിലെ ഫീസ് വ്യത്യാസം അടിസ്ഥാനമാക്കി സാമ്പത്തിക വിശകലനം നടത്തി നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാനാണ് വിദ്യാർത്ഥികളുടെ നീക്കം.
2020 ലോകകപ്പിൽ ഇറ്റലിയെ വീഴ്ത്തി ഇംഗ്ലണ്ട് സൂപ്പർ 8-ൽ കടന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 24 റൺസിന്റെ വിജയമാണ് ഇംഗ്ലണ്ട് പിടിച്ചെടുത്തത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 203 റൺസ് വിജയലക്ഷ്യത്തേക്ക് ബാറ്റ് വീശിയ ഇറ്റലിയുടെ ഇന്നിംഗ്സ് 178 റൺസിന് അവസാനിച്ചു. നിശ്ചിത 20 ഓവറിൽ ഇറ്റലി ഓൾ ഔട്ട് ആവുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ സാം കെറൻ, ജാമി ഓവർട്ടൺ എന്നിവരാണ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യ വേദിയൊരുക്കുന്ന AI ഉച്ചകോടിക്ക് ഡൽഹി വേദിയാകുമ്പോൾ രാജ്യത്തെത്തുന്നത് 24 രാജ്യത്തലവന്മാരും 60 മന്ത്രിമാരും 500 ടെക് കമ്പനി മേധാവികളും. IT മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഉച്ചകോടിയുടെ സംഘാടനം. AIയുമായി ബന്ധപ്പെട്ട 7 പ്രമേയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക് തുടങ്ങിയവയിൽ നിന്നുള്ള കമ്പനി മേധാവികളും പ്രതിനിധികളും പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ആഗോളതലത്തിൽ സംഘടിപ്പിച്ച AI ഗ്ലോബൽ ഇംപാക്ട് ചലഞ്ചിന്റെ ഫൈനലും ഉണ്ടാകും. വിവിധ വേദികളിലായി നടക്കുന്ന എല്ലാ സെക്ഷനുകളും ഇന്ത്യ AI യൂട്യൂബ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. നവകേരള സർവേയിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് തിരിച്ചടി. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഹൈക്കോടതി റദ്ദാക്കി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം ED ഓഫീസിൽ ഹാജരായി. ചോദ്യം ചെയ്യലിനായി ED ജയറാമിനെ വിളിപ്പിക്കുകയായിരുന്നു. പറയാനുള്ളതെല്ലാം നീതി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറയുമെന്നും സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുള്ളവരെല്ലാം കുടുങ്ങട്ടെയെന്നും ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യം പുറത്തുവരട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. തിരുവനന്തപുരം പൂവത്തൂരിലാണ് സംഭവം. പൂവത്തൂർ സർക്കാർ സ്കൂളിലെ വാഹനമാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. വണ്ടിത്തടം പൂവത്തൂർ റൂട്ടിലാണ് അപകടമുണ്ടായത്. 21 കുട്ടികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ബംഗാളിൽ CPMന് തിരിച്ചടി. യുവനേതാവും സംസ്ഥാനത്തെ പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖവുമായ പ്രതിക്കൂർ റഹ്മാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രതിക്കൂർ റഹ്മാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് സംസ്ഥാനത്തെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.